സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 41 13 തിരുവചനം. നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 13 തിരുവചനത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകുന്ന വാഗ്ദത്ത വചനമാണ് വായിച്ചു കേൾക്കുവാനിടയായത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരമുള്ള നൂറുകണക്കിന് വാഗ്ദാനങ്ങളെ നമുക്ക് കാണാം. ഇതെല്ലാം ദൈവം നൽകിയിരിക്കുന്നത് കാലാകാലങ്ങളിൽ ഈ ഭൂമിയിൽ പാർക്കുന്ന മർത്യൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ സ്വീകരിച്ച് അതിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് വാഗ്ദാനം ചെയ്യുന്ന നന്മയാണ്. അങ്ങനെയാണ് നാം ദൈവത്തെ കാണേണ്ടത്, ദൈവവചനത്തെ കാണേണ്ടത്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളെ കാണേണ്ടത്. ആ വിധത്തിൽ ഇന്നത്തെ ദൈവശബ്ദമായി നാം ഇതിനെ സ്വീകരിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവ എന്ന് ആദ്യമായി പറയുന്നു. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ദൈവം നമ്മെ നിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവം ആദ്യമായി ഈ വചനത്തിൽ നമ്മുടെ ഉടമസ്ഥ അവകാശം ദൈവം പ്രഖ്യാപിക്കുകയാണ്. ദൈവം നമ്മുടെ സൃഷ്ടാവെങ്കിൽ, ദൈവം നമ്മുടെ പിതാവെങ്കിൽ, ദൈവം നമ്മുടെ ഇടയനെങ്കിൽ, ആദ്യമായി തുടർന്നിവിടെ പറയുന്നത്, ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നെ നടത്തുമെന്നാണ്. നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു പിതാവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എത്ര ആശ്വാസമാണ്, അത് എത്ര നമുക്ക് സഹായകരമാണ്, അത് എത്ര വലിയൊരു ശക്തിയാണ്. ഇത് നാം ചിന്തിക്കേണ്ട ഒരനുഗ്രഹമാണ്. അടുത്തതായി ഈ വചനത്തിൽ പറയുന്നു, നീ ഭയപ്പെടേണ്ട. എന്തെല്ലാം വിഷയങ്ങളിലാണ് മനുഷ്യൻ ഓരോ ദിവസവും ഭയപ്പെടുന്നത്. നമുക്ക് ഭയപ്പെടുവാൻ വളരെയധികം കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പല വിഷയങ്ങളിൽ നാം ഭയപ്പെടുന്നു. കുറ്റബോധത്താൽ നാം ഭയപ്പെടുന്നു. അതുപോലെ ഭൗതിക വസ്തുക്കളുടെ അഥവാ ഭൗതിക വിഭവങ്ങളുടെ, ഭൗതിക ആവശ്യങ്ങളുടെ കുറവ് നമ്മെ ഭയപ്പെടുത്തും. രോഗം, വ്യാധികൾ നമ്മെ ഭയപ്പെടുത്തും. നമ്മുടെ ശത്രുക്കൾ നമ്മെ ഭയപ്പെടുത്തും. ചിലപ്പോഴെങ്കിലും പ്രകൃതി പോലും നമ്മെ ഭയപ്പെടുത്താറുണ്ട്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ നാം വിവിധയിടങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് ഭയം തോന്നാറുണ്ട്. ഇവിടെ ഇതാ ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ സൃഷ്ടാവാണ്, ഞാൻ നിൻ്റെ പിതാവാണ്, ഞാനാണ് നിന്നെ നിർമ്മിച്ചത്, നീ എൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ ഭയപ്പെടേണ്ട. ദൈവം നമ്മോടുകൂടെ ഉള്ളപ്പോൾ നമ്മുടെ ഭയം അസ്ഥാനത്താണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭയം ദൈവം ഏറ്റെടുക്കും. നമ്മെ സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഒടുവിലായി ഈ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ സഹായമാണ് നമ്മെ ഇന്നുവരെ
നടത്തുവാനിടയായത്, ഇതുവരെ എത്തിക്കുവാനിടയായത്. അങ്ങനെയെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം ദൈവം തന്നെ നടത്തുവാനിടയാകും. ദൈവത്തിൻ്റെ സഹായം എല്ലായ്പ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, വല്ലപ്പോഴുമല്ല, ദൈവത്തിൻ്റെ സഹായം എല്ലായ്പ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആമേൻ.